ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നൽകുന്ന സമാധാനം, സന്തോഷം, ആനന്ദം, നിത്യജീവൻ ഇതെല്ലാം സ്വന്തമാക്കിക്കൊണ്ട് ജീവിക്കുവാനുള്ള വലിയ കൃപയും കരുണയും ഈശോ നമ്മുടെ മേൽ വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള തിരുവചനം. എൻ്റെ സഹോദരരിൽ ഒരുവനായ ഹനാനി ഏതാനും ആളുകളോടുകൂടെ യൂദായിൽ നിന്ന് വന്നു. പ്രവാസത്തെ അതിജീവിച്ച യഹൂദരെയും ജെറുസലേമിനെയും കുറിച്ച് ഞാൻ അവരോട് ചോദിച്ചു. അവർ പറഞ്ഞു, പ്രവാസത്തെ അതിജീവിച്ച ദേശത്തു കഴിയുന്നവർ കഷ്ടതയിലും അപമാനത്തിലുമാണ്. ജെറുസലേം മതിലുകൾ തകർന്ന കവാടം അഗ്നിക്കിരയായി അതേപടി കിടക്കുന്നു. ഇത് കേട്ട് ഞാൻ നിലത്തിരുന്ന് കരഞ്ഞു. ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. ഏറ്റവും സ്നേഹമുള്ളവരെ, ഇവിടെ ഈ നെഹമ്യാ അറിഞ്ഞത് എന്താണ്? പ്രവാസത്തെ അതിജീവിച്ച് ദേശത്ത് കഴിയുന്നവർ കഷ്ടതയിലാണ്, അവർ അപമാനത്തിലാണ്. ജെറുസലേം മതിലുകൾ അഗ്നിക്കിരയായി അതേപടി തകർന്നു കിടക്കുന്നു. ഇത് കേട്ടപ്പോൾ ഒരു സന്തോഷമല്ല ഉണ്ടായത്, മറിച്ച് ആ ഒരു വേദന, മറ്റുള്ളവരുടെ ഒരു വേദന തൻ്റെ വേദനയായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ ദിവസങ്ങളോളം നിലത്തിരുന്ന് കരഞ്ഞ് വിലപിച്ച് ഉപവസിച്ച് എന്നിട്ട് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. നമ്മളൊക്കെ നോമ്പ് കാലത്തിലൂടെ കടന്നു പോകുന്നവരാണ്, ഉപവസിക്കുന്നവരുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നോമ്പ് നോറ്റ് ഉപവാസമെടുത്ത് ലോകത്തിന്റെ കാര്യങ്ങളിൽ വ്യാപൃതരായിട്ട് നടന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം, കൃപയുണ്ടാകത്തില്ല. ചിലർ നോമ്പ് നോക്കും, എന്നിട്ട് എന്ത് ചെയ്യും? എപ്പോഴും മൊബൈലിലും സീരിയലും സിനിമയും മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും എല്ലാം സംസാരിച്ച് നടക്കും. എന്നിട്ട് നോയമ്പാണ്, ഉപവാസമാണെന്ന് പറയും. ഇവിടെ എന്താണ് നെഹമ്യാ ചെയ്തത്? മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, നിലവിളിച്ച് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചില നിയോഗങ്ങളൊക്കെ ഈ നോമ്പുകാലത്ത് വെക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഉപവാസമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലെ ചിലരുടെ മദ്യപാനമായിരിക്കാം, ചിലപ്പോൾ വഴിവിട്ട ജീവിതമായിരിക്കാം, അതുപോലെ തന്നെ കഠിന പാപികള്, തിരുസഭയ്ക്ക് വേണ്ടി നമുക്ക് ഒത്തിരിയേറെ നിയോഗങ്ങൾ വയ്ക്കാം. കാരണം നമ്മൾ ഈ ഉപവസിച്ചും നോമ്പ് നോറ്റും പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ ശക്തമായ ഒരിടപെടൽ, നമ്മൾ നിയോഗങ്ങൾ വെക്കുന്നതിന്റെ മേൽ ശക്തമായ ഒരിടപെടൽ ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കണം. ഈ നെഹമ്യായ്ക്ക് ഇതായിരുന്നു, ആ നെഹമ്യാ പ്രവാചകൻ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ, വിലപിച്ച് പ്രാർത്ഥിച്ചാൽ, കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ സ്വർഗസ്ഥനായ ദൈവം എന്നെ അനുഗ്രഹിക്കും, എൻ്റെ നിയോഗങ്ങളുടെ മേല് ഇടപെടും എന്നുള്ള വലിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നശിച്ചു പോകുന്ന ഒത്തിരിയേറെ ആത്മാക്കളുണ്ട്, കഠിന പാപികളുണ്ട്. എത്ര വചനം കേട്ടിട്ടും മാനസാന്തരപ്പെടാത്ത കഠിന പാപികളുണ്ട്. അതുപോലെ തന്നെ മിഷൻ പ്രദേശങ്ങളിൽ ശുശ്രൂഷയിലായിരിക്കുന്നവർ, അവിടുത്തെ വിശ്വാസികളൊക്കെ ഒത്തിരിയേറെ പരീക്ഷണങ്ങളിലൂടെ നടന്നു പോവുകയാണ്, ഒത്തിരിയേറെ വേദനിക്കുന്നുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയൊക്കെ ഈ നോമ്പ് കാലത്ത് നമ്മൾ കരങ്ങൾ ഉയർത്തുവാനും അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ആ മേഖലയിലെല്ലാം, അവരുടെ ജീവിതത്തിലെല്ലാം കർത്താവ് അത്ഭുതകരമായിട്ട് ഇടപെടുന്നതായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ഒരു നോമ്പുകാലം നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുവാൻ, നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി, നമ്മുടെ അയലോക്കങ്ങളിലുള്ളവർക്ക് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി, മിഷൻ മേഖലയിലുള്ളവർക്ക് വേണ്ടി, അതുപോലെ തന്നെ കഠിന പാപികൾക്ക് വേണ്ടി, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടിയൊക്കെ, അങ്ങനെ എല്ലാവർക്കും വേണ്ടി കാഴ്ചവെക്കുമ്പോൾ നമ്മുടെ ഈ ഉപവാസവും പ്രാർത്ഥനയും അത് സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ എത്തുമ്പോൾ ആ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലെ കർത്താവ് അത്ഭുതകരമായിട്ട് ഇടപെടും. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിയും.
ആ ഒരു കൃപയും ആ ഒരു അഭിഷേകവും നമ്മളിൽ നിറയപ്പെടുവാൻ വേണ്ടി നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തെയും കുടുംബത്തിലുള്ള മക്കളെയും നിങ്ങളുടെ കുടുംബ ജീവിതത്തെയും ആത്മീയ മേഖലകളെയും ഭൗതിക മേഖലകളെയെല്ലാം സമൃദ്ധമായിട്ട് ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.